ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ തിരുവെഴുത്ത് ശ്രദ്ധിക്കാനായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ എല്ലാവരെയും സുഖപ്പെടുത്തിയാലും അങ്ങയുടെ വചനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിച്ചാലും അങ്ങയുടെ വചനമാണല്ലോ സത്യം, അങ്ങയുടെ വചനമാണല്ലോ ജീവൻ, അങ്ങയുടെ വചനമാണല്ലോ എല്ലാം. വചനത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള തിരുവെഴുത്തുകൾ നമുക്കിന്ന് ധ്യാനിക്കാം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ലൂക്കാ സുവിശേഷത്തിൻ്റെ ഈ തിരുവചന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആദ്യ വചനം തന്നെ ഇപ്രകാരമാണ്, 39. അവൻ പുറത്ത് വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. അപ്പോൾ ഈശോ ഒലിവ് മല പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. പതിവ് പോലെ എന്നാണ് കാണുന്നത്. അപ്പോൾ പതിവ് പോലെ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് ഒലിവ് മലയിലേക്ക് പോയിരുന്നു. ലൂക്കാ സുവിശേഷം ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ 39 മുതൽ 46 വരെയുള്ള ഈ ചെറിയ തിരുവചന ഭാഗങ്ങളിൽ 5 പ്രാവശ്യത്തോളം പ്രാർത്ഥന എന്ന് പറയുന്ന ആ പദം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈശോ ഗദസമനയിൽ പ്രാർത്ഥിക്കുന്നു, ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ ഈശോ പോയപ്പോൾ ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. അവിടെ എത്തിയപ്പോൾ അവൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞ കാര്യം വചനത്തിൽ കാണിക്കുന്ന 40-ാമത്തെ വചനത്തിൽ പ്രകാരം കാണുകയാണ്, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഈശോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടില്ല, ഈശോടൊപ്പം ശിഷ്യന്മാരുമുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈശോ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്, ഈശോ അതിനുശേഷം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ വരുമ്പോഴും ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, 46-ാമത്തെ വചനത്തിൻ്റെ ലാസ്റ്റ്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് ഈശോ പ്രവേശിക്കുന്നതിന് മുൻപ് ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ. ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ, പ്രലോഭിതരാകാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന്. പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന ഈശോയെ നമ്മളിവിടെ കാണുകയാണ്. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ കൂടുതൽ ശിഷ്യന്മാർ പ്രലോഭിതരാകാൻ പോകാൻ സാധ്യതയുള്ള സമയങ്ങളിലേക്ക് ഇവർ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ആ ശിഷ്യരോട് പറഞ്ഞത്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതിന് തൊട്ട് മുമ്പ് ഈശോ പറഞ്ഞതേ ഉള്ളൂ, സാത്താൻ നിങ്ങളെ പതിര് പോലെ പാറ്റാനായിട്ട് വരുന്നു, നിങ്ങൾ പരീക്ഷിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്, തള്ളി പറയാനായിട്ടുള്ള സാധ്യതകളൊക്കെയുണ്ട്, അതുകൊണ്ട് കൂടുതൽ തീക്ഷ്ണമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. തിന്മയുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഈ തിരിച്ചറിവ് എല്ലാം ഈശോ തൻ്റെ ശിഷ്യർക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം.
വലിയൊരു പരീക്ഷ. നമുക്കൊക്കെ പരീക്ഷകൾ ബുദ്ധിമുട്ടാണല്ലോ. അത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ ഉള്ളവർക്കാണെങ്കിലും ശരി, പരീക്ഷ എന്ന് കേട്ടാൽ നമുക്കൊരു ഭയപ്പാടാണ്, നമുക്കൊരു പ്രയാസമാണ്. പരീക്ഷയില്ലെങ്കിലോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. പരീക്ഷ ഉണ്ടെന്ന് കേട്ടാൽ നമുക്കൊരു വിഷമമാണ്. ഇതാ ഈശോ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷിക്കപ്പെടാൻ പോവുക കേട്ടോ, പരീക്ഷിക്കപ്പെടാൻ പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തന്നെ ശിഷ്യരോട് പറഞ്ഞിട്ട് ഈശോ പ്രാർത്ഥനയിലേക്ക് നടന്നു നീങ്ങുന്നത് നമ്മൾ കാണുകയാണ്. 41-ാമത്തെ വചനത്തിൽ, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ശിഷ്യരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഈശോ മാറിപ്പോകുന്നത് പ്രാർത്ഥിക്കാൻ. അവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു എന്ന വചനത്തിൽ നമ്മൾ കാണുന്നത് 41-ാമത്തെ തിരുവെഴുത്ത്. മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുട്ടിൽ നിൽക്കുമ്പോൾ പാതി ഭൂമിയിലും ശരീരത്തിൻ്റെ പാതി സ്വർഗത്തിലുമായിട്ടാണ് മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ആ ഒരു പൊസിഷൻ വരിക. അങ്ങനെയാണ്. അപ്പം അത് സൂചിപ്പിക്കുന്നത് കുരിശുമരണവും ഉത്ഥാനവുമാണ്. മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയുടെ പ്രതീകാത്മകമായ ഒരു സൂചന, പാതി ഭൂമിയിലും പാതി സ്വർഗത്തിലും. അപ്പോൾ തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും അടുത്തിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകാത്മകമായ സൂചന കൂടെ തന്നുകൊണ്ട് ഇവിടെ യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്, മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ കാണുക എന്ന് വെച്ചാൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും കൺമുൻപിൽ യേശു കാണുകയാണ്. പീഡാസഹനം, ശിഷ്യരാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്നത്, യൂദാസ് തള്ളിപ്പറയുന്നത്, ഈ ഒത്തിരി കാര്യങ്ങളിങ്ങനെ യേശു കൺമുൻപിൽ കണ്ടിട്ടാണ് പിതാവിൻ്റെ സന്നിധിയിൽ പോയി കേണ് അപേക്ഷിക്കുന്നത്. പിതാവേ, എനിക്കിതെല്ലാം താങ്ങാനായിട്ടുള്ള ശക്തിയില്ല, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ പ്രാർത്ഥനയുടെ അവസാനം ചെന്ന് നിൽക്കുന്ന എവിടെയാണ്? പിതാവിൻ്റെ ഹിതത്തിലാണ്. എൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ എനിക്ക് ഒന്ന് ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് യേശുവിൻ്റെ ഇഷ്ടമായിട്ട് ഈശോ പിതാവിനോട് പറയുകയാണ്. പക്ഷേ പ്രാർത്ഥനയുടെ അവസാനം ഈശോ പ്രാർത്ഥിച്ചു വെക്കുന്നത് വളരെ ഹൃദയസ്പർശിയാണ്. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ നിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് എനിക്ക് സന്തോഷം. എൻ്റെ പ്രാർത്ഥന നീ ചെവിക്കൊള്ളണ്ട, നിൻ്റെ ഇഷ്ടം എന്നിൽ നടപ്പിലാക്കിയാൽ മതി എന്ന് വെച്ചാൽ കർത്താവ് വളരെ തീവ്രതയോടുകൂടെ അവിടെ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എത്ര കണ്ട് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ യേശു നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഈ തിരുവചന ഭാഗത്തിലൂടെ പ്രാർത്ഥിക്കണം. പരീക്ഷിക്കപ്പെടാൻ പോകുന്നു, പ്രലോഭിതരാകാൻ പോകുന്നു, വലിയൊരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നു, തള്ളിപ്പറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ഒറ്റിക്കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം. പക്ഷേ ആ ഗുരുപഠനത്തോട് തങ്ങളെ ചേർക്കാൻ പറ്റാത്ത ഒരു ശിശു സമൂഹത്തെ നമ്മളിവിടെ കാണുകയാണ്. പ്രാർത്ഥനയുടെ ആവശ്യകതയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കതെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി നമുക്ക് കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന, ഇതെല്ലാം വളരെ ആവശ്യമാണ്. നമുക്കറിയാം, സഭയുടെ പഠനങ്ങളിലേക്കൊക്കെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഒന്നിക്കുന്നുണ്ട്, സ്വർഗവാസികൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ പ്രാർത്ഥന സഭയുടെ ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ്. സകല നീതിമാന്മാരും പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. മാത്രമല്ല സമൂഹ പ്രാർത്ഥനയെയും ഈശോ പറഞ്ഞു പഠിപ്പിച്ചു തരുന്നുണ്ട്, അതിൻ്റെ ആവശ്യകതയും അത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. 1-2 പേര് മതി, നിങ്ങൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഈശോ പറയുകയാണ്. ഇവിടെ ഗെത്സമനയിൽ ഈശോ വളരെ തീവ്രതയിൽ പ്രാർത്ഥിക്കുക, പിതാവിൻ്റെ ഇംഗിതം അറിയാനായിട്ട്. പക്ഷെ നമ്മളിവിടെ കാണുന്നുണ്ട് ഈശോൻ്റെ പ്രാർത്ഥനയുടെ അവസാനം പിതാവിൻ്റെ ഹിതം നിറവേറ്റലാണ്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം പിതാവ് കൊടുക്കുന്നുണ്ട് പുത്രന്. തീവ്രമായ വേദനയിൽ മുഴുകിയുള്ള പ്രാർത്ഥനയുടെ ഉത്തരം പിതാവ് കൊടുക്കുകയാണ്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു.
തീവ്രവേദനയിൽ മുഴുകി പ്രാർത്ഥിക്കുന്ന ഈശോ, തീവ്രവേദനയിൽ തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും അവിടെ ഈശോ പ്രകടിപ്പിക്കുകയാണ്. ദൈവത്വവും മനുഷ്യത്വവും ഈശോ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് വികാരങ്ങളും അവിടെ മാറി മാറി കടന്നു വരുന്നത്. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ഒരു ഈശോയെ അവിടെ കാണുകയാണ്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവനെ ശക്തിപ്പെടുത്താനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ പിതാവ് അയച്ചു കൊടുക്കുക. വാസ്തവത്തിൽ പിതാവിനോടുള്ള പുത്രൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് പുത്രൻ അവിടെ ഒരു ദൂതനെ സഹായിക്കാനായിട്ട് പുത്രന് കൊടുക്കുകയാണ്. 43-ാമത്തെ ലാസ്റ്റ് വചനത്തിലേക്ക്, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. തീവ്രവേദന ഉണ്ടായപ്പോൾ ഈശോ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവിടെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ വിഷമതകൾ വരുമ്പോൾ തീക്ഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഞാനിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണെങ്കിൽ, അവിടെ നിങ്ങൾ കുറച്ചുകൂടെ തീക്ഷ്ണമായി ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഈ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോയിട്ട് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ ഈ പരീക്ഷയുടെ അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൻ്റെ മേഖലകളിൽ തളർന്നിരുന്ന് അവശരായി നിങ്ങളുടെ ജീവിതത്തെ തീർക്കരുത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. അതല്ലേ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. കൂടുതൽ തീക്ഷ്ണമായി അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കൂടുതൽ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിട്ടുണ്ട്. നമ്മളൊരു ദിവസത്തിൽ എത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മളൊരു ദിവസം എത്രയോ നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്? അതനുസരിച്ച് നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ കൊടുക്കാറുണ്ടോ? കൂടുതൽ അല്പം കൂടെ കൂടുതൽ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് എന്ന് കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ കാണുകയാണ്, തീവ്രവേദനയിൽ മുഴുകി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്തു വീണു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്തു വീണു. അപ്പം വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴാൻ പോലെയുള്ള മാനസിക സംഘർഷമാണ് ആ സമയത്ത് ഈശോ അനുഭവിച്ചിരുന്നത്. കാരണം താൻ അനുഭവിക്കാൻ പോകുന്ന പീഡകൾ മുഴുവനും തൻ്റെ മുൻപിലൂടെ ഈശോ കാണുകയാണ്, തൻ്റെ കൺമുൻപിൽ ഈശോ കാണുകയാണ്. അതുകൊണ്ടാണ് വിയർപ്പ് തുള്ളികൾ നിലത്ത് വീണത്. ആ പ്രാർത്ഥനയുടെ തീവ്രത നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ കൂടുതൽ ശക്തിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന്, അല്പം കൂടെ തീക്ഷ്ണതയുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. എന്ത് ജോലി ചെയ്താലും, എപ്രകാരമുള്ള ജോലികൾ ചെയ്താലും നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാമല്ലോ, പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് കടന്നു വരാമല്ലോ, ഒരു ആത്മീയ പ്രാർത്ഥന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി തീരാമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് ധ്യാനിക്കാൻ വന്നൊരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഒരു ദിവസം 3 മണിക്കൂർ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ജോലി? ഉടനെ ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ റബ്ബർ വെട്ടി ജീവിക്കുന്ന ഒരാളാണ്. റബ്ബർ വെട്ടും പാലടയും ഒക്കെ കഴിഞ്ഞ്, ഷീറ്റടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഉറങ്ങും. ആ ഉറക്കം കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റാൽ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് തിരുവചനം എടുക്കും, പരിശുദ്ധ ജപമാല കരങ്ങളിലെടുക്കും, വചനം വായിച്ച് ജപമാല ചൊല്ലി അവിടെ ഇരുന്ന് ഒരു 3 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. 3 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോവുക. എന്തോ ഒരു അനുഭവത്തോടു കൂടിയാണ് ആ സഹോദരൻ അത് ഷെയർ ചെയ്തത്. 3 മണിക്കൂർ സമയം തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബജീവിതക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ജീവിത അവസ്ഥ ഏതാണെങ്കിലും ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് തീക്ഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. എത്രയോ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്, എത്രയോ മണിക്കൂറുകൾ. കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിലെ ധ്യാനത്തിനായിട്ട് കടന്നു പോയപ്പം അവിടെ 24 മണിക്കൂറും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ ദേവാലയങ്ങളാണ്, എത്രയോ വ്യക്തികൾ അവിടെ രാത്രിയിലൊക്കെ പോയിരുന്ന് ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്
ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ വലിയ ജോലിക്കാരനാണ്, ഇഷ്ടംപോലെ ശമ്പളം പറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, സിസ്റ്ററെ, രാത്രി 1 മണി മുതൽ 3 മണി വരെ എൻ്റെ സമയമാണ് ആ ചാപ്പലിൽ രാത്രി പ്രാർത്ഥനയ്ക്ക്. നോക്ക്, എല്ലാ ദിവസവും രാത്രി 12:30 ആകുമ്പം ഇയാൾ എഴുന്നേറ്റ് കൊടും മഞ്ഞത്ത്, കൊടും തണുപ്പത്ത്, ചിലപ്പോൾ -4 -8 ആയിരിക്കും തണുപ്പ്, ആ തണുപ്പത്ത് ഇട്ട് കെട്ടി ഇദ്ദേഹം വണ്ടി ഓടിച്ച് പോവുകയാണ്. ആ ചാപ്പലിൽ ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു. ഈശോയുടെ അടുത്ത് പോയി 1 മണി മുതൽ പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിക്കുക. തീക്ഷ്ണമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസത്തെ പ്രാർത്ഥനയെക്കുറിച്ചല്ലേ പറയുന്നത്, എല്ലാ രാത്രികളിലും 1 മണി തൊട്ട് 3 മണി വരെ ഇദ്ദേഹത്തിൻ്റെ സമയമാണെന്ന് ഇദ്ദേഹം പറയുകയായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്ത്, എത്രയോ ദേവാലയങ്ങളുണ്ട് 24 മണിക്കൂറും മനുഷ്യർ പോയിരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈ തിരുവെഴുത്തിൽ നമ്മൾ കാണുകയാണ്, തീവ്രമായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം ഉത്തരം കൊടുത്തെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്കും കർത്താവ് തക്ക സമയത്ത് ഉത്തരം തന്ന് നമ്മളെ അനുഗ്രഹിക്കും. മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ച് യാതൊരുവിധ പ്രാർത്ഥനയും ദൈവാന്വേഷണവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് സ്വീകരിക്കാൻ അവന് ആയിരിക്കുകയില്ല. മാത്രമല്ല, പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു മനോഭാവം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാർത്ഥന വളരെ അരോചകത്വമായിരിക്കും. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 45-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. പ്രാർത്ഥന കഴിഞ്ഞു, ഈശോയുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഈശോയുടെ പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ഇംഗിതം ഉണർത്തിച്ചു, പിതാവ് ശക്തി കൊടുത്തു. അങ്ങനെ പുതിയ ഒരു ശക്തിയോടുകൂടിയാണ് പ്രാർത്ഥന കഴിഞ്ഞ് യേശു പുറത്തേക്ക് വന്നത്. നല്ല ധൈര്യമുള്ളവനായി, ശക്തിയുള്ളവനായി, ആത്മാഭിഷേകമുള്ളവനായി, എന്തും സ്വീകരിക്കാനായിട്ടുള്ള മനോഭാവത്തോടു കൂടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞുള്ള ശക്തി സംഭരിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ വരവ്. ആ വരവിൽ ഈശോ കാണുന്നത് തളർന്നു കിടന്ന് ഉറങ്ങുന്ന തൻ്റെ ശിഷ്യരെയാണ്. ഈശോ തൻ്റെ പ്രാർത്ഥന ആരംഭിച്ചത് ശിഷ്യരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈശോ തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതും ശിഷ്യന്മാരോട് വീണ്ടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. 46-ാമത്തെ തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങുന്നത്? അടുത്ത വചനം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപും പിൻപും ശിഷ്യരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പരീക്ഷയിലേക്ക് ഉൾപ്പെടരുത്. അപ്പം ഈ അധ്യായത്തിലൂടെ, ഈ തിരുവെഴുത്തുകളിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തീവ്രതയോടുകൂടിയുള്ള ഒരു ആത്മീയ ജീവിതം നമ്മൾക്ക് നയിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം ദൈവം ആശിക്കുന്നത് പോലെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു ആത്മീയ മനുഷ്യരായിരിക്കണം എന്നുള്ളതാണ് ഈ തിരുവെഴുത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് എത്ര സമയമില്ലെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞാലും നിങ്ങൾ മനസ്സ് വച്ചാൽ ഈശോയോട് കൂടെ ഇരിക്കുവാൻ സാധിക്കും. ഏത് ജോലിയിലും ഏത് അധ്വാനത്തിലും കർത്താവിനോട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അല്പം കൂടെ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ തീരുമാനം നമുക്കുള്ളിലെടുക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥനയായിട്ട് മാറ്റാം. നമ്മുടെ അധ്വാനങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം. അതിന് വേണ്ട അനുഗ്രഹം നമുക്ക് കർത്താവിനോട് തന്നെ ചോദിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഗദസമനിയിൽ തീവ്രവേദനയിൽ മുഴുകി തീക്ഷ്ണമായി പ്രാർത്ഥിച്ച ഈശോയെ, അവിടുന്ന് ശിഷ്യരോട് പറഞ്ഞല്ലോ, പ്രലോഭിതരാകാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന്. ഇന്നും അങ്ങയുടെ ശിഷ്യരായ ഞങ്ങളോടും അങ്ങേക്ക് പറയുവാനുള്ളത് ഇത് മാത്രമാണല്ലോ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോയെ, ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും പ്രാർത്ഥനയാക്കി മാറ്റുവാനുള്ള ശക്തിയും കൃപയും തന്ന് മക്കളായി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ശക്തിപ്പെടുത്തിയാലും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.